എലവഞ്ചേരി കരിങ്കുളത്ത് ട്രേഡ് യൂണിയൻ പ്രകടനവും പൊതുയോഗവും നടത്തി. നരേന്ദ്രമോദി സർക്കാർ സംയുക്ത ട്രേഡ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. നിലവിൽ എല്ലാ മേഖലകളിലും 1950-51 കാലത്താണ് തോന്നുന്നു നമ്മുടെ ബോണസ് ആക്ട് കൊണ്ടുവരുന്നത്, വേതന നിയമത്തിൽ ഭേദഗതി വരുന്നത്, തൊഴിലിടങ്ങളിലുള്ള സുരക്ഷിതത്വത്തിലേക്ക് വരുന്നത്, സ്ത്രീ തൊഴിലാളികൾ എന്ന നിലയിലേക്ക് പ്രത്യേക പരിഗണനയ്ക്ക് കൊണ്ടുവരേണ്ട നിയമങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണവുമായും വിദ്യാഭ്യാസപരമായും എല്ലാ ഇടങ്ങളിലുമുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് 29 നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് തന്നെ രൂപീകരിക്കുന്നത്. സ്വാഭാവികമായി ഒരു നിയമം ബില്ലായിട്ടാണ് ഏത് സഭകളിലേക്കും വരിക. അത് നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഈ തൊഴിൽ നിയമങ്ങളെ അട്ടിമറിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ബില്ലുകൾ എന്ന നിലയിൽ സഭയിൽ വന്നു കഴിഞ്ഞാൽ അത് ഏറെ ചർച്ച ചെയ്യപ്പെടും. ചർച്ചയ്ക്കൊടുവിലാണ് അതാത് ഏത് മേഖലയാണോ അത് പ്രതിദാനം ചെയ്യുന്ന മേഖലയുടെ കമ്മിറ്റികളിലേക്ക്, സബ്ജക്ട് കമ്മിറ്റികളിലേക്ക് വിടും. അവിടെ വീണ്ടും ചർച്ച ചെയ്ത് പാർലമെന്റിലേക്ക് വന്ന് ഭൂരിപക്ഷം വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് അംഗീകരിച്ചാൽ പോലും നിയമപരമായി അത് നിയമമാകണമെങ്കിൽ സംസ്ഥാനത്താണെങ്കിൽ ഗവർണറും പാർലമെന്റ് യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രപതിയും ഒപ്പിടണം. ജ്യോതി ബസു അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ ശിവരാമൻ, വിവിധ തൊഴിലാളി നേതാക്കളായ ടി കെ പരമേശ്വരൻ, ആർ കൃഷ്ണൻ, വിശ്വനാഥൻ, വി മാധവൻ, വിജയകുമാർ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി അരുൺദേവ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.